അല്ല CPM സ്വയം പരിഹാസ്യമാവുക. CPM പറയുന്നത് എന്താ? SDPIയും മറ്റേ ജമാഅത്ത് ഇസ്ലാമിയും കൂട്ടിയേർത്ത് UDF അങ്ങനെ പാലക്കാട് വോട്ടാണ്. പാലക്കാട് അവിടെ വോട്ട് കുറഞ്ഞത് 11,000 വോട്ട് കുറഞ്ഞത് ആരുടെ വോട്ടാണ്? BJPയുടെ വോട്ടാണ് കുറഞ്ഞത്. ആ BJP കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരന് പോയ വോട്ടാണ് ഞങ്ങൾ കൂടുതൽ പിടിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരൻ SDPക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും വോട്ട് ചെയ്തിട്ടുണ്ടായി ഇല്ല. അപ്പോൾ വെറുതെ തോറ്റ് കഴിഞ്ഞാൽ തോറ്റെന്ന് പറയണം. ഞങ്ങൾ പറഞ്ഞില്ല ചേലൊക്കെ ഞങ്ങൾ തോറ്റു. കാരണം എന്താണെന്ന് ഞങ്ങൾ പരിശോധിച്ചു. ഞങ്ങൾ അവിടെ ഒരു ന്യായത്തിനും പോയില്ല. വല്ലതും പറയാൻ പോയാൽ തോറ്റത് ജനങ്ങളല്ലേ ഞങ്ങളെ തോൽപ്പിച്ചത്, അവരെ ജയിപ്പിച്ചത് ഞങ്ങൾ സമ്മതിച്ചല്ലോ. ഞങ്ങൾ പിന്നെ സന്തോഷമാണ് 40,000 വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം CPM ജയിച്ചെടുത്ത് ഇപ്രാവശ്യം 12,000 വോട്ടിനാണ് ജയിച്ചെന്നാണ്. ഇപ്പോൾ ഉള്ള സംഭവം എന്താ? എന്ന് മുതലാണ് CPMന് SDPIയും ജമാഅത്ത് ഇസ്ലാമിയും വർഗീയവാദികളായത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴുള്ള പത്രസമ്മേളനം പുറത്തു വന്നല്ലോ. SDPI ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്, വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ കുഴപ്പം കോൺഗ്രസ് എന്നല്ലേ ചോദിച്ചത് അന്ന്. അപ്പം അന്ന് കൂട്ടുകൂടായിരുന്നു. ജമാഅത്ത് ഇസ്ലാമി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിലുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഒരുമിച്ച് വെക്കുന്ന പടമുണ്ട്. അവരുടെ ആസ്ഥാനത്ത് പോയിട്ടുണ്ട് അദ്ദേഹം. ഇവരുടെ കൂടെ നിന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. 5 തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരായിരുന്നു ജമാഅത്ത് ഇസ്ലാമി. LDF സ്ഥാനാർത്ഥിയുടെ കൂടെയായിരുന്നു ജമാഅത്ത് ഇസ്ലാമി. കേരളം മുഴുവൻ അങ്ങനെയാണ്. അവർ പറഞ്ഞല്ലോ 2001-ലും 2006-ലും 2011-ലും 2016-ലും ഒക്കെ അവരെതിരായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരത്വത്തിൻ്റെ അല്ലേ കുടിക്കൂറ ഉയർത്തുന്നതാണ്. AKG സെന്ററിൽ നിന്ന് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ വർഗീയവാദിയാണ്. CPM തീരുമാനിക്കുന്നവർ ഇതെല്ലാം മനസ്സിലായില്ലേ? എന്നിട്ടൊരു പുതിയ കഥയാണ് ഈ എന്താണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച 18,874 വോട്ട് SDPIക്കാരും വെൽഫെയർ പാർട്ടിക്കാരും പിടിച്ച ഇതാണോ? CPMന് സമ്മതിക്കാൻ മതി. ഞങ്ങൾക്ക് എല്ലാ സമൂഹങ്ങളും വോട്ട്. പാലക്കാട് ടൗണിൽ ഞങ്ങൾ 4,000 വോട്ടിൻ്റെ പുറകിൽ നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഏകദേശം 5,000-ഓളം വോട്ട് ലീഡ് ചെയ്തു. പാലക്കാട് ടൗണിൽ ഞങ്ങൾക്ക് കിട്ടിയ ലീഡ് ആരുടെ വോട്ടാ? ഈ ശ്രീധരന് പോയ വോട്ട് തിരിച്ച് ഞങ്ങൾ പിടിച്ചു അല്ലേ? ഈ ശ്രീധരൻ 50,000 വോട്ട് കിട്ടിയപ്പോൾ 39,000 വോട്ടായി. BJPയുടെ വോട്ട് കുറഞ്ഞു, ഞങ്ങളുടെ വോട്ട് കൂടി. അതല്ലേ യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കാൻ പറ്റാതെ തോറ്റ് കഴിഞ്ഞിട്ട് കണക്കായിട്ട് വളരെ EMSയുടെ പരിപാടിയാണ്. കണക്കിൽ ഇപ്പോൾ സംശയിക്കും പാലക്കാട് ആരെ ജയിച്ചെന്നൊരു സംശയം തന്നെ. നമ്മൾ തോറ്റു പോയാൽ നമുക്കൊരു ഡൗട്ട് തോന്നും. അതുപോലെ തന്നെ ഇവർ കണക്കപ്പിള്ളമാരാണ്. ഇവർ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ 1 മാസം ഈ കണക്കപ്പിള്ളമാരെല്ലാവരും കൂടി ഇറക്കും. എപ്പോഴും എല്ലാ തെരഞ്ഞെടുപ്പിലും അതാണ്. ഇവിടെ അവരെന്താ പറഞ്ഞത്? ഈ തൃക്കാക്കരയിൽ 6,000 വോട്ടിന് ജയിക്കുമെന്നോ ഇല്ലേ? 25,000 വോട്ടിനാണ് ഞങ്ങൾ ജയിക്കും. ഞങ്ങൾ സന്തോഷത്തോട് ജയിപ്പിച്ചതിന് നന്ദി പോയി. എന്നിട്ട് കുറേ നാൾ എന്തായിരുന്നു? പുതുപ്പള്ളിയിൽ എന്തായിരുന്നു? അപ്പോൾ അവിടെയൊക്കെ SDPI പുതുപ്പള്ളിയിൽ 4 വോട്ടിനാണ് ജയിച്ചത്. ഉമ്മൻചാണ്ടി ജയിച്ചതില്ല. ഇവിടെ തോമസ് ജയിച്ചതിൻ്റെ ഇരട്ടി വോട്ടിനെ ജയിച്ചു. അവിടെയൊക്കെ SDPI ജയിച്ചു. ഇതാണ് ട്രെൻഡ് കേരളത്തിൻ്റെ. ഇതാണ് 75,000 വോട്ട് കുറഞ്ഞല്ലോ CPMന് ഇവിടെ വയനാട്ടിൽ. അതിവിടെ പോയി, ആ വോട്ട് അവിടെ പോയി. എന്തേ പറ്റിയത്? എല്ലായിടത്തും വോട്ട് കുറഞ്ഞു CPMന്. വയനാട്, പാലക്കാട്, ചേലക്കര എല്ലായിടത്തും വോട്ട് കുറഞ്ഞു. എല്ലാ സ്ഥലത്തും വോട്ട് കുറഞ്ഞു. എന്നിട്ട് പറയാണ് ഒരു ആൻറ്റി ഇൻകംബൻസി ഇല്ല.